എപ്പോഴും വീട്ടിൽ മന്തിയും ബിരിയാണിയും മാത്രം ഉണ്ടാക്കാണ്ട് ഇതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിഷെല്ലാം പിടിച്ചാൽ എങ്ങനെയിരിക്കും? അപ്പോൾ ഇന്ന് നമ്മളൊരു ചിക്കൻ മധുഹൂത്താണ് ചെയ്യുന്നത്. ഒരു റിച്ച് അറേബ്യൻ ഡിഷാണിത്. അതിന് വേണ്ടിയിട്ട് സെല്ല ബസ്മതി റൈസ് എടുക്കാം. സെല്ല ബസ്മതി റൈസ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 2½ കപ്പാണ് എടുത്തിട്ടുള്ളത്. മധുഹൂത്ത് ഒരു സൗദി അറേബ്യൻ ആൻഡ് യമനി ഡിഷാണെന്ന് പറയാം. അപ്പം അതിലേക്ക് ചിക്കനിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വോൾ ചിക്കൻ എടുക്കാം. അപ്പോൾ പ്രഷർ കുക്കറിലാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ ഉള്ളത്. മധുഹൂത്ത് എന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ പ്രഷർ എന്നാണ്. അപ്പോൾ പ്രഷർ കുക്കറിൽ മേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു പേര് വന്നത്. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു ഉള്ളി സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി ഇളക്കിയതിന് ശേഷം സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ബേ ലീഫ്, ഡ്രൈ ലെമണ്, അതുപോലെ ചെറിയ ജീരകം അതുകൂടി ആഡ് ചെയ്യാം. സ്പൈസസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായി വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗാർലിക്കാണ്. അത് ക്രഷ്ഡ് ഗാർലിക് തന്നെ ചേർക്കാൻ വേണ്ടി ശ്രമിക്കാം. ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ക്രഷ്ഡ് ഗാർലിക്കാണ്. അപ്പം അത് 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഗാർലിക്ക് നന്നായി വഴറ്റിയതിന് ശേഷം അതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയത്തൊക്കെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ചിക്കൻ നന്നായി ഇളക്കി ഒന്ന് സെറ്റായി വരുമ്പം ഇതിലേക്ക് നമുക്ക് മസാലാസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ മസാലാസ് എല്ലാമാണ് എടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ടർമറിക് പൗഡറും ഏതെങ്കിലും ഒരു അറബിക് സ്പൈസ് മസാല. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കപ്സ മസാലയാണ്. പിന്നെ പാപ്രിക്ക പൗഡർ. അത് പാപ്രിക്ക പൗഡർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി യൂസ് ചെയ്യാം. അത് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ റിയൽ ആൻഡ് ഓതൻറ്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടുക പാപ്രിക്ക പൗഡർ ആഡ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ ഒരു 2-3 ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ സെയിം ഇൻഗ്രീഡിയൻ്റ് തന്നെ യൂസ് ചെയ്താലേ ആ സെയിം ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതിന് ശേഷം ഇതുപോലെ ഒരു ടൊമാറ്റോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്സ് ആണ്. ഞാനിവിടെ ഒരു മാഗി ക്യൂബാണ് ആഡ് ചെയ്യുന്നത്. ഇത് ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഓപ്ഷണലാണ്. ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും, നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അത് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കാം. ഇനി നമ്മൾ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളം നമ്മൾ എടുക്കുന്ന റൈസിൻ്റെ ഡബിൾ എമൗണ്ടാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 2½ കപ്പ് റൈസിന് 5 കപ്പ് വെള്ളം പ്ലസ് 1 കപ്പും കൂടി എക്സ്ട്രാ കൂടി ആഡ് ചെയ്യണം. അങ്ങനെ 6 കപ്പ് വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ പേസ്റ്റാണ്. അത് ഒരു 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മിസ്സാക്കാണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാര്യം ഈ റൈസിൻ്റെ മെയിൻ ഫ്ലേവേഴ്സ് വരുന്നത് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റിൽ നിന്നാണ്. ഇനി ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു 2 തക്കാളി എടുത്തിട്ട് വേവിച്ചതിന് ശേഷം പേസ്റ്റ് ആക്കിയിട്ട് നേരത്തെ ടൊമാറ്റോ ജ്യൂസ് ആഡ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം മിക്സ് ചെയ്തിട്ട് പ്രഷർ കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 4 വിസിലെല്ലാം വരെ വേവിക്കാം. നമ്മളെടുക്കുന്ന ചിക്കനിന് എത്ര വേവ് വേണോ അതിനനുസരിച്ചുള്ള വിസിലാണ് ഇതിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഈ ഒരു റൈസിൽ മീറ്റ് നന്നായി വെന്ത് ഒരു ജ്യൂസി ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഞാനിവിടെ 4 വിസിലാണ് കൊടുത്തിട്ടുള്ളത്. 4 വിസിൽ വന്ന് പ്രഷറെല്ലാം പോയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് അരി നന്നായി കഴുകിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഓതൻറ്റിക് ആയിട്ടുള്ള റെസിപ്പിയിൽ അരി കഴുകാണ്ട് ഡയറക്റ്റ് യൂസ് ചെയ്യുമെന്നാണ് ഞാൻ ഒന്ന് റിസർച്ച് ചെയ്തപ്പം കണ്ടത്. കാരണം അങ്ങനെ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ അരിൻ്റെ മൊത്തമായിട്ടുള്ള കൊഴുപ്പ് ഈ റൈസിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് 2 ടൈംസ് കഴുകുന്നുണ്ട്. അപ്പം അതുപോലെ കഴുകിയെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കഴുകാണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെയും യൂസ് ചെയ്യാം. അപ്പോൾ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. കുക്കർ നമുക്ക് ഓപ്പൺ ചെയ്യാം. നല്ലൊരു സ്മെല്ല് നമുക്ക് ഈ സമയത്ത് കിട്ടും. ഇനിയൊന്ന് നന്നായി ഇളക്കിയതിൻ്റെ ശേഷം മീറ്റിൻ്റെ വേവെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എൻ്റെ ചിക്കന് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഉപ്പെല്ലാം കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് അത് ഇതുപോലെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം, മുറിക്കൊന്നും വേണ്ട.
പിന്നെ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെയും നമുക്ക് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പം ഈ അരി കറക്റ്റ് ഒരു വിസിൽ വരെയാണ് വേവിക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരെ വേവിക്കാം. അങ്ങനെ വേവിച്ചാൽ കറക്റ്റ് ടെക്സ്ചറിൽ നിങ്ങൾക്ക് കിട്ടും. ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്കർ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോഴേക്ക് അരിയെല്ലാം നന്നായി വെന്ത് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രഷറെല്ലാം പോയി 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കുക്കറിൽ വെച്ച് തന്നെ ഇളക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാമെന്ന് വേണ്ടത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓതൻറ്റിക് മെത്തേഡ് സെർവ് ചെയ്യുന്നതിലുള്ള. ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കാം. ഇപ്പോൾ റൈസ് കുറച്ച് ജ്യൂസി ആയിട്ടാണ് ഉണ്ടാവുക. ആ ഒരു ടെക്സ്ചറാണ് മധുകൂത്ത് റൈസിന് വേണ്ടത്. അത് കുറച്ച് ഇരിക്കുമ്പോൾ സെറ്റായിട്ട് വരും. ഈ ഒരു ചൂടോട് കൂടി തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ആ ഒരു ജ്യൂസി ടെക്സ്ചറിൽ മീറ്റെല്ലാം കൂട്ടി ഇത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേ മാത്രം ഇത് സെർവ് ചെയ്താൽ മതി. അതുവരെ കുക്കറിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. മധുകൂത്ത് റൈസിൻ്റെ ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ് ഇത്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ഇൻസ്ട്രക്ഷൻസും കറക്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്താൽ ഒരു പെർഫെക്റ്റ് അറബിക് ഡിഷ് തന്നെയാണ് ഇത്. നമ്മൾ കറക്റ്റ് പുറത്ത് റെസ്റ്റോറൻറ്റിലെല്ലാം പോയി കഴിക്കുമ്പോൾ, അതായത് അറേബ്യൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുമ്പോൾ കിട്ടുന്ന ആ സെയിം ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ റൈസ് കഴിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ആൻഡ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒന്ന് കൺസിഡർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.